വഖഫ് ഭേദഗതി ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. JPC മുന്നോട്ട് വച്ച ഭേദഗതികൾ അംഗീകരിച്ചുള്ള ബില്ലിനാണ് അംഗീകാരം. ബില്ല് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ അവതരിപ്പിക്കും. ഗൗതം അനന്തനാരായണൻ ചേരുന്ന വിവരങ്ങളുമായി. ഗൗതം, എന്താണ് വിവരങ്ങൾ? കേന്ദ്രമന്ത്രിസഭ വഖഫ് ഭേദഗതി ബില്ല് അംഗീകരിച്ചതോടെ ഇനി നടപടികൾ? വീണ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം വഖഫ് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അടുത്ത മാസം 10-ന് ആരംഭിക്കുന്ന ബജറ്റ് സമ്മേളനത്തിൻ്റെ രണ്ടാം ഘട്ടത്തിൽ ഈ ബില്ല് പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും അവതരിപ്പിക്കുമെന്നാണ് സൂചന. മാർച്ച് 10 മുതൽ ഏപ്രിൽ മാസം 14-ാം തീയതി വരെ ഏതാണ്ട് ഒരു മാസത്തിനടുത്താണ് ഈ ബജറ്റ് സമ്മേളനത്തിൻ്റെ രണ്ടാം ഘട്ടം ചേരുക. ആ നിർണായക സമ്മേളനത്തിൽ തന്നെ വഖഫ് ഭേദഗതി ബില്ല് ഒരിക്കൽ കൂടി പാർലമെൻറ്റിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ലക്ഷ്യം. JPC മുന്നോട്ട് വെച്ചിട്ടുള്ള തിരുത്തുകൾ, ഭേദഗതികൾ അത് അംഗീകരിച്ചുകൊണ്ടുള്ള ബില്ലിലാണ് മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. നേരത്തെ നമുക്കറിയാം, വഖഫ് ഭേദഗതി ബില്ല് ഒരു തവണ കേന്ദ്ര സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചതാണ്. പക്ഷേ അന്ന് പ്രതിപക്ഷം വലിയ ബഹളം വെച്ചതിനെ തുടർന്ന് പിന്നീട് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിടുകയും JPC സമഗ്രമായി ഏതാണ്ട് 6 മാസത്തെ സമയമെടുത്ത് സമഗ്രമായ പരിശോധന ഈ വിഷയത്തിൽ നടത്തുകയും ചെയ്തു. ജഗദംബിക പാലിൻ്റെ നേതൃത്വത്തിലുള്ള ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റി ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യാത്ര ചെയ്യുകയും വഖഫിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിരവധി റിപ്പോർട്ടുകൾ അത് നേരിട്ടെത്തി സ്ഥലത്തെത്തി സിറ്റിങ്ങുകൾ നടത്തി പരിശോധിക്കുകയും ഒക്കെ ചെയ്ത സംഭവങ്ങളുണ്ടായി. അങ്ങനെ 6 മാസം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ വഖഫ് അധിനിവേശം നേരിട്ട് കണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പിന്നീട് പാർലമെന്റിൽ വെച്ചത്. ഇപ്പോൾ അത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം ആ ബില്ലിന് അംഗീകാരം നൽകുന്നുവെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അടുത്ത മാസം 10-ാം തീയതി ആരംഭിക്കുന്ന പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ തന്നെ ഈ സുപ്രധാനമായ ബില്ല് ഇരു സഭകളിലും പാസ്സാക്കാനാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ മന്ത്രിസഭാ യോഗം JPC മുന്നോട്ട് വെച്ച തിരുത്തലുകൾ കൂടി അംഗീകരിച്ചുള്ള ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നത്. വീണ. ഓക്കെ, ശരി ഗൗതം. വഖഫ് ഭേദഗതി ബില്ലിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം.